ഈ പുകശല്യം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഏകദേശം 40,000 കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന്റെ മൈലേജും പവറും കുറയുമെന്ന് നിങ്ങൾക്കറിയാമോ? എങ്കിൽ സീബോൺ നൽകുന്നു ഇതിനൊരു പരിഹാരം. HHO ടെക്നോളജിയുടെ സഹായത്തോടെ കെമിക്കൽ ഉപയോഗിക്കാതെ എഞ്ചിനിലെ കാർബൺ നീക്കം ചെയ്ത് നിങ്ങളുടെ വാഹനത്തിന് കൂടുതൽ മൈലേജും കൂടുതൽ പവറും നൽകുന്നു. സീബോൺ ഡീകാർബണൈസേഷൻ, റൈഡിംഗ് ഗിയേഴ്സ് ആൻഡ് മോട്ടോർ സൈക്കിൾ ആക്സസറീസ്, ബെല്ലേവ്യൂ ടവർ, മാങ്ങാട്. നമസ്കാരം. കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വരാൻ പോകുന്ന പരീക്ഷ 6-ാം തീയതിയിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ സൊസൈറ്റി ഇൻ ഇന്ത്യ ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഡാഷ്. ആൻസർ റിപ്പബ്ലിക്കൻ അർബൻ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് 1904 നമ്മുടെ ഫസ്റ്റ് ലെജിസ്ലേഷൻ അനുസരിച്ച് 1905 രജിസ്റ്റർ ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ ബർത്ത് പ്ലേസ് ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എവിടെയാണെന്നാണ് ചോദ്യം. അതായത് സഹകരണ പ്രസ്ഥാനത്തിന് ജന്മദേശം. ഡാഷ്. അങ്ങനെ ആൻസർ തരും. ഉത്തരം ഇംഗ്ലണ്ട്. 3, ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു ഫോം എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ KCS ആക്ട് 1969 ഈസ്. എത്രയാണ്? നമ്മുടെ 69 നിയമപ്രകാരം നമ്പർ 25. അതാണ് നമ്മളാണ് ഒരു അംഗം. അതായത് എല്ലാ സൊസൈറ്റിക്കും 25 വേണ്ട. എന്നാൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആണെങ്കിൽ 10 പേര് മതി. ബാക്കിയുള്ള സൊസൈറ്റീസ്. 4, ദ കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസ് കം അണ്ടർ ദി കാറ്റഗറി ഓഫ് ഡാഷ്. ഫാമിംഗ് സൊസൈറ്റീസ് ഏതിലാണ് വരുന്നത്? coming under the category of agricultural non-credit cooperative society. അടുത്ത 5-ാമത്തെ ചോദ്യം. DV file means discharged voucher file is maintained by dash society. അതായത് PCIRB, Primary Cooperative Agricultural and Rural Development Bank. ചിലപ്പോൾ വേറെ ചോദിക്കും ഈ DV ഫയലിൻ്റെ കസ്റ്റോഡിയൻ ആരാണെന്ന് ചോദിക്കും. സൂക്ഷിപ്പുകാരാണെന്ന് ചോദിച്ചാൽ അത് എല്ലാ PCIRBയിലും ഈ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റാങ്കിൽ കുറയാത്ത ഒരാളെ വാല്യുവേഷൻ ഓഫീസറായിട്ട് നിയമിച്ചിട്ടുണ്ട്. അയാളാണ് എൻ്റെ കസ്റ്റോഡിയൻ. മറ്റേ സാധാരണ കേസ് നമുക്കറിയാം സംഘത്തിൻ്റെ എല്ലാം സെക്രട്ടറിയാണ്. 6-ാമത്തത്, ഫ്രണ്ട്ലി സൊസൈറ്റീസ് വെയർ സ്റ്റാർട്ടഡ് ഇൻ ഡാഷ്. എവിടെയാണ്? ഇൻ ഡാഷ്. സ്ഥലമാണ് ചോദിക്കുന്നത്. അതായത് ഇംഗ്ലണ്ട്. അതായത് 1793 ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പ്രകാരം. ഹൂ റോട്ട് ദി ബുക്ക് entitled as Doctrine of Circumstances? Answer Robert Owen. 8, whose statement is no competition, no money and no profits? അതും also Robert Owen. 9, the Secretary of State Cooperative Union shall be. നമ്മൾ കണ്ടു 89 പ്രകാരം കോർപ്പറേറ്റിൻ്റെ രൂപീകരിക്കുന്നതാണ് സംസ്ഥാന സഹകരണ യൂണിയൻ. അതിനൊരു ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഉണ്ട്. അത് ഏത് റാങ്കിൽപ്പെട്ട ആളാണെന്നാണ് ചോദ്യം. അഡീഷണൽ രജിസ്ട്രാർ. 10-ാമത്തെ ചോദ്യം, ദ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പോൺസേർഡ് ബൈ നബാർഡ്. നബാർഡ് നടത്തുന്ന പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബേർഡ്, BIRD, ബേർഡ്. അതായത് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. അടുത്ത 11-ാമത്തെ ചോദ്യം, The Cooperative Credit Societies Act of 1904 contains only dash section. എത്ര സെക്ഷൻസ് ആണ്? നമ്മുടെ ആദ്യത്തെ ലെജിസ്ലേഷൻ ഉണ്ടായിരുന്നത് 29, 29 സെക്ഷൻ. അടുത്ത 12-ാമത്തെ ചോദ്യം, വിച്ച് വാസ് ദി ഫസ്റ്റ് പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ? ഏതായിരുന്നു? ദ ബോംബെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1925. അടുത്ത 13-ാമത്തത്, തക്കാവി ലോൺ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺസ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ് തക്കാവി ലോ ആക്ട്. തക്കാവി ലോൺ കൊടുക്കാൻ വേണ്ടി തക്കാവി ലോ ഈസ് ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺസ് ആക്ടാണ്. 14, ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1904 കെയിം ഇൻ ടു ഫോഴ്സ്. നമ്മൾ മുമ്പ് ചോദിച്ചാൽ എത്ര സെക്ഷൻ ഉണ്ടായിരുന്നതാണ്?
അതായത് came into force 25th March 1904. 15ാമത്തത് ഫാമിംഗ് കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ്? ഇൻ ദ ഇയർ 1880. 16ാമത്തെ ചോദ്യം തക്കാവി ലോ വാസ് റെക്കമെൻഡഡ് ബൈ. ആരാണ് റെക്കമെൻഡ് ചെയ്തത്? തക്കാവി ലോ മുമ്പേ പറഞ്ഞു. അത് റെക്കമെൻഡ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ ഫെമിൻ കമ്മീഷനാണ്. അടുത്ത 17ാമത്തെ ചോദ്യം ഹൂസ് എക്സ്പെരിമെന്റ് ഈസ് എൻടൈറ്റിൽഡ് ആസ് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ? ആൻസർ ലൂപ്പർനിക്സ്. 18ാമത്തെ ചോദ്യം മാഗ്ലഗൻ കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ. ദ ഫസ്റ്റ് കമ്മിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ സംഘത്തെ പ്രവർത്തനത്തെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അതാണ് കോൺസ്റ്റിറ്റ്യൂട്ട്. ഏത് വർഷമാണ്? 1914. റിപ്പോർട്ട് കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ 15. ഹു ഈസ് ദി ചെയർമാൻ ഓഫ് ദി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്? അതായത് വർഷ ജോഷി, ഇപ്പോഴത്തെ NDBയുടെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റിൻ്റെ ചെയർമാൻ. അടുത്ത 20ാമത്തെ ചോദ്യം ദ റോക്ക്ടെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി, ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1844 അറ്റ് മാഞ്ചസ്റ്റർ. 21ാമത്തെ ചോദ്യം ഹു ഈസ് ദി ഓതർ ഓഫ് ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ, നെയ്മലി ദി കോർപ്പറേറ്റർ? അതായത് ഡോക്ടർ വില്യം കിങ്. 22 റോക്ക്ടെയിൽ വീവേഴ്സ് യൂണിയൻ വാസ് ഓർഗനൈസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ്? ആരുടെ നേതൃത്വത്തിലാണ്? ആൻസർ ചാൾസ് ഹൗലത്ത്. 23 ഇൻ വിച്ച് കൺട്രി ഡിഡ് ദി കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഒറിജിനേറ്റഡ്? ഏത് രാജ്യത്താണ് ഹൗസിംഗ് സൊസൈറ്റി ഒറിജിനേറ്റ് ചെയ്തത്? ആൻസർ ബ്രിട്ടൻ. 24 ICA അതായത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് റീജിയണൽ ഓഫീസ് അറ്റ് ന്യൂഡൽഹി വാസ് ഇനാഗുറേറ്റഡ് ബൈ? ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത്? ബൈ ഡാഷ്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു. ചിലപ്പോൾ ചോദിക്കും ഇതുമായി ബന്ധപ്പെട്ട സ്ഥലം ചോദിക്കും. ബോണ ഹൗസ് ഇതിൻ്റെ റീജിയണൽ നമ്മുടെ ഡൽഹിയിലുള്ള റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെട്ടതാണ്. 25ാമത്തെ ചോദ്യം ദി കസ്റ്റോഡിയൻ ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ഈസ്? ഇപ്പം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടുണ്ട്, പ്രൊഫഷണൽ ഫോർ എഡ്യൂക്കേഷൻ ഫണ്ടുണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. എന്നാൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ രജിസ്ട്രാറാണ്. 26 ടു വിച്ച് സ്റ്റോറീസ് സസ് ഫണ്ട് റിലേറ്റഡ്? അതായത് ഹാൻഡ്ലൂം സൊസൈറ്റീസ്. 27 ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഈസ് അറ്റ്? ഇപ്പോൾ എവിടെയാണെന്ന ചോദ്യം. അറ്റ് ബ്രസൽസ്. 28 റൂറൽ കൺസ്യൂമർ സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ? റൂറൽ കൺസ്യൂമർ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ NCDC, അതായത് എസ്റ്റാബ്ലിഷ്ഡ് 1963. അടുത്ത 29ാമത്തെ ചോദ്യം ദ ലീഡ് ലിങ്ക് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്? അതുമാരാണ്? NCDC ആണ്. 30 ദ ഹൗസിംഗ് ഫെഡറേഷൻ കളക്ട് ദർ റിസോഴ്സസ് ത്രൂ? എങ്ങനെയാണ് അവരുടെ ഫണ്ട് സമാഹരണം? എങ്ങനെയാണ് ഹൗസിംഗ് ഫെഡറേഷൻ? ബൈ ഫ്ലോട്ടിംഗ് ഡെബിഞ്ചേഴ്സ്, കടപ്പത്രങ്ങൾ പുറപ്പെടുവിച്ചിട്ടാണ്. 31 അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് ദി അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. അക്കൗണ്ട് ഏതിനകത്താണ്? 31ാമത്തെ ചോദ്യം ഡാഷ് അക്കൗണ്ട്സ് ഡീൽസ്. ഏത് അക്കൗണ്ടാണ്? അപ്പോൾ അക്കൗണ്ട് ഉദ്ദേശിക്കുക റിയൽ ആണോ, പേഴ്സണലാണോ, നോമിനലാണോ എന്നാണ്. അപ്പോൾ ഡാഷ് അക്കൗണ്ട് ഡീൽസ് വിത്ത് മീൻസ് റിയൽ അക്കൗണ്ട്സ് ഡീൽസ് വിത്ത് ദി അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. 32 വിച്ച് ഈസ് ദ ലേറ്റസ്റ്റ് അഡീഷൻ ടു ദി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? അതായത് ഏറ്റവും പുതിയ, നമുക്ക് 7 പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിൽ ഏറ്റവും പുതിയത് ഏതാണ്? അതായത് സമൂഹത്തോടുള്ള പ്രതിബദ്ധത, അതായത് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അടുത്തത് 33ാമത്തെ ചോദ്യം വിച്ച് കൺട്രി ഈസ് റിലേറ്റഡ് വിത്ത് മിൽക്ക് വിറ്റ? ആൻസർ ബംഗ്ലാദേശ്. 34 ഹു ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ? ശ്രീ സഞ്ജീവ് കുമാർ.
35 കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് അപ്പോയിൻറ്റഡ് ബൈ ആരാണ്? നമ്മൾ പല 3-4 സ്റ്റേജസ് പഠിച്ചിട്ടുണ്ട്. അതിൽ കാർവേ കമ്മീഷൻ ആരാണ് അപ്പോയിൻറ്റ് ചെയ്തത്? ഈ കമ്മിറ്റി ഈ പ്രിൻസിപ്പിൾസ് റിവൈസ് ചെയ്യാൻ വേണ്ടി നിയമിച്ചതെല്ലാം ICA തന്നെയാണ്. ICAക്കാണ് അതിൻ്റെ അധികാരം. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. 36 ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെയർ അക്സെപ്റ്റഡ് ബൈ ദി ICA കോൺഗ്രസ് ഹെൽഡ് അറ്റ് എവിടെ വെച്ചിട്ടാണ്? മുമ്പ് നമ്മൾ അതിൻ്റെ ആൻസർ വേറെ തരത്തിൽ ചോദിച്ചതാണ്. അറ്റ് മാഞ്ചസ്റ്റർ. 37 ദ ലാസ്റ്റ് റിവിഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെയർ മെയ്ഡ് ഇൻ ദ ഇയർ അവസാനം നടന്നത് ഏത് വർഷമാണ് ചേഞ്ച് റിവൈസ് ചെയ്തത്? ആൻസർ 1995. 38 ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ ഈസ് എ ക്വാർട്ടർലി പബ്ലിക്കേഷൻ അല്ലെങ്കിൽ ജേണൽ ഓഫ് ഡാഷ് ആരുടെ പബ്ലിക്കേഷനാണ്? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതായത് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1929 വിത്ത് അസോസിയേഷൻ ഓഫ് ദി കോപ്പറേറ്റീവ് യൂണിയൻസ്. 39 അക്കൗണ്ടൻസി ബിഗിൻസ് വേർ ഡാഷ് എൻഡ്സ്, അതായത് എവിടെയാണ് അക്കൗണ്ടൻസി ആരംഭിക്കുന്നത്? വേർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. 40ാമത്തെ ചോദ്യം ദ ചെയർമാൻ ഓഫ് ദി LIC ഓഫ് ഇന്ത്യ, LIC ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ്? MR കുമാർ. 41 ഇനി ചിലതുപോലെ നമുക്ക് കുറച്ച് അബ്രിവേഷൻ തന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്യാണ്ട് ചോദിക്കും. അവിടെ കേൾക്കാം APMACS, എക്സ്പാൻഡ് APMACS. APMACS എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡൽ ആക്ട് പ്രകാരം ആദ്യമായിട്ടൊരു മോഡൽ ആക്ട് ഉണ്ടാക്കിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അതായത് 1995 അതിന് ഷോർട്ട് ഫോമാണ് ആന്ധ്രാപ്രദേശ് മ്യൂച്വൽ എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. 40 അതുപോലെ ലാംസ് ചോദിക്കുക. എക്സ്പാൻഡ് ലാംസ് LAMPS. അത് ഓരോ ഇപ്പം 3-4 ഓപ്ഷൻ തന്നിട്ട് അതിന് ഓരോ വാക്കേ മാറ്റി പറയുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്തത് ട്രഫഡ് ചോദിക്കുക. TRIFED, ക്യാപിറ്റൽ ലെറ്റർ TRIFED. ട്രഫഡ് മീൻസ് ട്രൈബൽ കോപ്പറേറ്റീവ് മാർക്കിംഗ് ഡെവലപ്മെൻറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അടുത്തത് 44ാമത്തെ ചോദ്യം ഇൻട്രസ്റ്റ് റേറ്റ് ഓർ ഡിപ്പോസിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ ഫിക്സ്ഡ് ബൈ ആരാണ്? ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നത്? അതായത് ഡിപ്പോസിറ്റ് നിരക്ക് സഹകരണ സംഘങ്ങളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ സഹകരണ സംഘം രജിസ്ട്രാറാണ്. 45ാമത്തെ ചോദ്യം ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് മെൻഷൻഡ് ഇൻ ഡാഷ് ഓഫ് KCS ആക്ട്. ഏത് റൂളിലാണ്? റൂള് എവിടെയാണ് പറയുന്നത്? ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത് റൂള് 64B, ക്യാപിറ്റൽ ലെറ്റർ B. 46 ചോദ്യം ഹൂ ഗേവ് ഇൻസ്പിറേഷൻ ഇറ്റ് ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഡെൻമാർക്ക്? ആൻസർ സ്റ്റില്ലിംഗ് ആൻഡേഴ്സൺ. 47 വിച്ച് കോപ്പറേറ്റർ ഫോംഡ് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇറ്റലി? ആൻസർ മസൈനി, MASSINE. ഡാഷ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ദി ബിസിനസ്. ബിസിനസ് ലാംഗ്വേജ് എന്താണ്? അക്കൗണ്ടിങ്. 49 ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോൺ ഇൻ ഇന്ത്യ വാസ് എനാക്റ്റഡ് ഇൻ ദ ഇയർ 1904. 9 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റ് ഇൻ ജർമ്മനി ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഡാഷ്. ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് റൈഫിഷ്യൻ. 51 ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ ഈസ് ദി ടാഗ്ലൈൻ ഓഫ് ഡാഷ്. ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ രുചി ഏത് ആയത്തിൻ്റെ ടാഗ്ലൈനാണ്? മീൻസ് അമൂൽ. 52 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് എ ഡാഷ് ബാങ്ക്. ഈസ് എ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് സെക്ടറിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക്. 53 വിച്ച് ഈസ് നോൺ ആസ് ബാങ്ക് ഓഫ് ബാങ്ക്, അതായത് ബാങ്കേഴ്സ് ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബാങ്ക് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 54 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ഫോർമുലേറ്റഡ് ബൈ, അത് മറ്റു തരത്തിലെ വേറെ ഇൻഡയറക്റ്റ് ആണെന്ന ചോദ്യം മുമ്പ് പറഞ്ഞതാണ്. ഇത് ഫോർമുലേറ്റ് ചെയ്യാനുള്ള അധികാരം ICAക്കാണ്, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിനാണ്. 55
അതായത് വാമിംഗോ. വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്, പൂനെ. 56. ദ വേർഡ് കോപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി വേർഡ് കോപ്പറേ വിച്ച് ഈസ് എ ഡാഷ് വേർഡ്. ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? അതാണ് ചോദ്യം. ലാറ്റിൻ എടുത്ത വാക്കാണ്. 57. വിൻഡോ ഡ്രസ്സിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. വിൻഡോ ഡ്രസ്സിംഗ് റിലേറ്റഡ് വിത്ത് ആൻസർ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 58. കമ്മിറ്റി ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ് കമ്മിറ്റി ഈസ് റിലേറ്റഡ് വിത്ത് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്സ്. അത് നമ്മൾ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതാണ്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? അതായത് ബ്രഹ്മപ്രകാശ് ചൗധരി കമ്മിറ്റി. 59. ദ പ്രൈം ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു. അക്കൗണ്ട്സിന്റെ പ്രൈം ഫങ്ഷൻ എന്താണ്? ക്ലാസിഫൈ ആൻഡ് റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അടുത്ത 60ാമത്തെ ചോദ്യം. ഇപ്പം ചിലപ്പം ചോദിക്കും, എക്സ്പാൻഡ് മുമ്പേ പറഞ്ഞതുപോലെ SJSRY, അതായത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. 61. ദ മാക്സിമം എമൗണ്ട് ടു ബി ഗിവൺ ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഫോർ അഫിലിയേഷൻ. എത്രയാണ് മാക്സിമം കൊടുക്കേണ്ടത്? ആൻസർ ₹1000. 62. ഹു ഹാസ് എ റൈറ്റ് ടു സൈൻ ഇൻ ദ ഐഡന്റിറ്റി കാർഡ് ഓഫ് എ മെമ്പർ. മെമ്പർക്ക് തിരിച്ചറിയൽ കാർഡ് കൊടുക്കുമ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്ന, അതിൽ ഒപ്പ് വെക്കാനുള്ള അധികാരം ആർക്കാണ്? അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിനാണ്. അത് ചിലപ്പോൾ ആൻസർ സെക്രട്ടറി എന്നോ GM എന്നോ MD എന്നൊക്കെ തരാം. അപ്പം ചീഫ് എക്സിക്യൂട്ടീവാണ്. ആൻസർ നോക്കിയിട്ട് ചെയ്യണം. 63. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് ദി ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ചിലപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 89 പ്രകാരമാണ്. പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 91. ആൻസർ 91. 64ാമത്തെ ചോദ്യം. ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ്. അതും സഹകരണ മേഖലയിലാണ്, കോപ്പറേറ്റീവ് സെക്ടറാണ്. IFFCO ആണ്, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന സഹകരണ സ്ഥാപനം. 65. ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ അല്ലെങ്കിൽ IMBP ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഡാഷ്. എവിടെയാണ് ഒരു സഹകരണ സംഘത്തിൻ്റെ ഇൻഡിവിജ്വൽ ഒരു അംഗത്തിന് വാങ്ങാവുന്ന പരമാവധി വായ്പയെ പറ്റി സൂചിപ്പിക്കുന്ന പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ബൈലോ. ചിലപ്പോൾ ആക്ട്, റൂൾസ്, ബൈലോ എന്നൊക്കെ ആയിരിക്കും ആൻസർ ചെയ്യുക. ബൈലോയിലാണ്. 66. അസറ്റ് അക്കൗണ്ട് വിൽ ഓൾവേസ് ഹാവ് ഡാഷ് ബാലൻസ്. അസറ്റ് അക്കൗണ്ട് എന്തായിരിക്കും? അത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. പ്രോപ്പർട്ടീസ് അസറ്റ് എപ്പോഴും ഷോ ഡെബിറ്റ് ബാലൻസ്. 67. കാംഗോ ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ഡാഷ് ആക്ട്. കാംഗോ രജിസ്റ്റർ ചെയ്ത ഏത് ആക്ട് പ്രകാരമാണ്? അത് കാംഗോ രജിസ്റ്റർ ചെയ്യുമ്പോൾ മൾട്ടി യൂണിറ്റ് ആക്ട് ആണ്. പക്ഷേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നത് മൾട്ടി യൂണിറ്റ് ആക്ട് റീനെയിംഡ് ആസ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ മൾട്ടി യൂണിറ്റ് ആണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 1942 മൾട്ടി യൂണിറ്റ് ആക്ട് 1984 മൾട്ടി സ്റ്റേറ്റ് ആക്കി മാറ്റി. അത് പ്രകാരമാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. 68. വിച്ച് ഈസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കൊച്ചി സ്റ്റേറ്റ്. അതായത് കൊച്ചി ആക്ട് 1913 കൊച്ചി ആക്ട് പ്രകാരം ആരംഭിച്ച ആദ്യത്തെ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എടവനക്കാട് പരസ്പര സഹായക സംഘം. 69. സെൻട്രലി സ്പോൺസേർഡ് സ്കീം ഓഫ് 1962 ഈസ് റിലേറ്റഡ് വിത്തിൻ വിച്ച് ഇയർ. അതായത് ഏത് സെക്ടറാണ്? അതായത് പിന്നെ ഈ സ്പോൺസേർഡ് സ്കീം 62 ആരംഭിച്ച ഏതുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സെക്ടറാണ്. 70. ഓപ്പറേഷൻ ഫ്രണ്ട് ഫസ്റ്റ് എൻഡഡ് ഇൻ. ഇപ്പോൾ ഓപ്പറേഷൻ ഫ്രണ്ടിന് 3 ഫേസ് ഉണ്ട്, 3 ഘട്ടമുണ്ട്. അല്ല 1970 മുതൽ 70, ചില ടെക്ഷനകത്ത് 80 എന്ന് കാണാം. 1970 മുതൽ 79 വരെയാണ് 1ാം ഘട്ടം. അങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് അത് നടന്നത്. 71ാമത്തെ ചോദ്യം. ഹു എസ്റ്റാബ്ലിഷ്ഡ് കേരള ദിനേശ് ബി ഡി കോപ്പറേറ്റീവ് സൊസൈറ്റി. ആൻസർ GK പണിക്കർ. 72. ഡ്യുവൽ മെമ്പർഷിപ്പ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ഡാഷ് സൊസൈറ്റി. എവിടെ സാധിക്കില്ല? ഒരേ തരത്തിലുള്ള 2 സംഘത്തിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കില്ല. എവിടെ ചോദിച്ചാൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. വിച്ച് റൂൾ ഈസ് യൂസ്ഡ് ടു സെലക്ട്
President, Vice President of Cooperative Societies. സെക്ഷൻ ചോദിച്ചാൽ 28 AB ആണ്, റൂള് ചോദിച്ചാൽ റൂള് 43. 74ാമത്തെ ചോദ്യം, വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കീപ്പിംഗ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്? ഉത്തരം നബാർഡാണ്. 75, ഹൂ ഫോംഡ് ഹൺഡ്രഡ്സ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റി? ഉത്തരം റൈഫീഷൻ. 76, ലൈബിലിറ്റി ഈസ് ഡാഷ് ഇൻ റിവിഷൻ മോഡൽ ക്രെഡിറ്റ് സൊസൈറ്റി? എന്തായിരുന്നു അതിൽ ഉത്തരം? ഉദ്ദേശിക്കുന്നത് ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ? ലൈബിലിറ്റി. ഉത്തരം അൺലിമിറ്റഡ്. 77, വിച്ച് കൺട്രീസ് കോപ്പറേറ്റർ ഈസ് ഹൊറപ്സ് പ്ലുങ്കറ്റ്സ്? ഏത് രാജ്യത്തിൻ്റെ സഹകാരിയായിരുന്നു? ഉത്തരം അയർലൻഡ്. 78, എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ബിയർ എ ഡേറ്റ് ദാറ്റ് ഈസ് ഡാഷ്? പോസ്റ്റ് ഡേറ്റഡ് ഉണ്ട്, ആൻറ്റി ഡേറ്റഡ് ഉണ്ട്. പോസ്റ്റ് ഡേറ്റ് ചെക്ക് മീൻസ് എ ഡേറ്റ് ഇറ്റ് ടു കം, അത് ഇനി വരാൻ പോകുന്ന ഡേറ്റാണ് ആ പോസ്റ്റ് ഡേറ്റ് ചെക്കിൽ ഉണ്ടാകുക. 79, TR ടാബ്ലറ്റ്. TR മീൻസ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്. അതും PCRB ലോൺ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ടൈമാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്. 80, അതുപോലെ ചോദിക്കാം എക്സ്പാൻഡ് DICGC? ഉത്തരം ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. 81ാമത്തെ ചോദ്യം, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ ടെക്നോളജി ഈസ് റിലേറ്റഡ് ടു ഡാഷ്? അതേതുമായി ബന്ധപ്പെട്ടാണ്? അത് നമ്മുടെ ചെക്കുമായി ബന്ധപ്പെട്ടതാണ്. ആൻസർ ചെക്സ്. 82, വിച്ച് ഈസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മൂവ്മെന്റ് ഇൻ ചൈന? ചൈനയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് മീൻസ് സ്പുട്നിക് ആണ്. ആൻസർ സ്പുട്നിക്. 83, ഹു എസ്റ്റാബ്ലിഷ്ഡ് ശ്രീനികേതൻ? ദിസ് ഈസ് ദ ഫസ്റ്റ് വില്ലേജ് ഡെവലപ്മെന്റ് ട്രെയിനിങ് സെന്റർ ഇൻ ഇന്ത്യ. ആരാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. 84, വെൻ കാഡ, അതായത് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി സ്റ്റാർട്ടഡ്? വർഷമാണ്, ഏത് വർഷമാണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം 1981. 85ാമത്തെ ചോദ്യം, കൊമേഴ്സ്യൽ ബാങ്ക് കളക്ട്സ് ചെക്ക് ഫോർ ദർ കസ്റ്റമേഴ്സ് റെപ്രസെന്റ് ഡാഷ് റിലേഷൻഷിപ്പ്? അപ്പം കസ്റ്റമർക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യം? അപ്പം ആൻസർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ആദ്യം ബാങ്കർ തരും, പിന്നെ കസ്റ്റമർ തരും, അല്ലെങ്കിൽ കസ്റ്റമർ തരും, ബാങ്ക് തരുമ്പം ഉത്തരം ഏജന്റ് ആൻഡ് പ്രിൻസിപ്പലാണ്. പ്രിൻസിപ്പൽ എന്നത് മാറാതെ പലപ്പോഴും തെറ്റിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഇടപാടുകാർക്ക് വേണ്ടി, കസ്റ്റമർക്ക് വേണ്ടി ചെക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പം ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചത്. അല്ലെങ്കിൽ ചോദിച്ചാൽ എന്താണ്? ബാങ്കർ ഏജന്റും കസ്റ്റമർ പ്രിൻസിപ്പലുമാണ്. 86, ഇക്കണോമിക് പ്ലാനിങ് മോസ്റ്റ് സൂട്ടബിൾ ടു ഇന്ത്യ ഈസ്? ഇന്ത്യക്ക് അനുയോജ്യമായ ഇക്കണോമിക് പ്ലാനിങ് ഏതാ ചോദിച്ചാൽ ആൻസർ ഡെമോക്രാറ്റിക് പ്ലാനിങ് ആണ്. 87, എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നെഗോഷ്യബിൾ ബൈ യൂസേജ് ഓർ കസ്റ്റം? ആൻസർ പ്രോമിസറി നോട്ട്. 88, ഇത് കൊളംബോ പ്ലാൻ വാസ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ്? എത്ര ഇയർത്തേക്കാണ് കൊളംബോ പ്ലാൻ? ഫോർ എ പീരീഡ് ഓഫ് 6 years. ആൻസർ 6 വർഷം. 89ാമത്തെ ചോദ്യം, ഹു ആസ് ദ പേഴ്സൺ ഇൻ മെമ്പർ ഓഫ് ഓൾ ഇന്ത്യൻ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ആൻഡ് ഓൾ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി? 2 കമ്മിറ്റിയിലും അംഗമായിരുന്നത്. പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. ആൻസർ ബി വെങ്കടപ്പൈ. 90, എ ലോൺ ദാറ്റ് കവേഴ്സ് എ പീരീഡ് ഓഫ് 6 to 18 months ഈസ് കോൾഡ് ഡാഷ് ലോൺ? ഉത്തരം ഷോർട്ട് ടൈം ലോൺ. 91, ദി പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ? ദിസ് ബുക്ക് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ? ഉത്തരം 1944. 92, ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി റിസർവ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഡാഷ്? ഏതിൽ നിന്നാണ്? ആൻസർ നെറ്റ് പ്രോഫിറ്റ്സ്. 93, എ ചെക്ക് വിച്ച് ഈസ് നോട്ട് ക്രോസ്ഡ് ഈസ് കോൾഡ് ഡാഷ്? ഉത്തരം ഓപ്പൺ ചെക്ക്. 94, ഇന്ത്യസ് 10th 5-year പ്ലാൻ has given top priority to dash? Answer
poverty eradication. 95. The total debit and credit balance of accounts is called dash. ഉത്തരം ട്രയൽ ബാലൻസ്. അടുത്ത ചോദ്യം 96. The banking system followed in India is ഏതാണ്? ആൻസർ ബ്രാഞ്ച് ബാങ്കിങ്. 97. The most important objective of Indian economic planning is dash. ഉത്തരം സെൽഫ് റിലയൻസ്. 98. Any amount set apart by the process of providing depreciation is called dash. ഉത്തരം provision. 99. The written evidence for a payment of cash is dash. ഉത്തരം voucher. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 100ാമത്തെ ചോദ്യം. ഡിപ്രീസിയേഷൻ ഷുഡ് ബി ചാർജ്ഡ് ടു ഡാഷ്. ചിലപ്പോൾ ചോദിക്കും ചാർജ്ഡ് പകരം ഡെബിറ്റഡ് ടു ഡാഷ് എന്നായിരിക്കും ചോദിക്കുക. ഉത്തരം ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതോടെ തീർന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.